ബഹിരാകാശ നിലയത്തിൽ ആദ്യമായി ഇന്ത്യൻ മുദ്ര പതിപ്പിക്കാൻ ശുഭാംശു എത്തുന്നു. രാജ്യത്തിന്റെ ബഹിരാകാശ ശാസ്ത്രശാഖയിൽ വലിയ കുതിപ്പിന് വഴിയൊരുക്കുന്ന അടയാളപ്പെടുത്തൽ കൂടിയാകും 39-കാരനായ ശുഭാംശു ശുക്ലയുടെ സഞ്ചാരം. ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടലുകൾ ശുഭമായി പര്യവസാനിച്ചാൽ ജൂൺ 8-ന് ശുഭാംശുവിനെയും വഹിച്ച് ഡ്രാഗൺ സീരീസ് പേടകം കുതിച്ചുയരും. ഈ മാസം 29-നാണ് യാത്ര തീരുമാനിച്ചിരുന്നതെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ മാറ്റുകയായിരുന്നു. 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശ യാത്ര നടത്തുന്നത്. ആദ്യമായി ബഹിരാകാശത്തേക്ക് പോയ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണെങ്കിലും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ബഹുമതിയാണ് ശുഭാംശുവിനെ കാത്തിരിക്കുന്നത്. ശുഭാംശു യാത്ര കഴിഞ്ഞ് തിരികെ എത്തുന്നതോടെ രാജ്യത്തിന്റെ അഭിമാന പദ്ധതിയായ ഗഗൻയാന് ഇത് മുതൽക്കൂട്ടാകും. ശുഭാംശുവിനൊപ്പം 3 രാജ്യങ്ങളിൽ നിന്നുള്ള സഹയാത്രികരുമുണ്ട്. US-ന്റെ ആക്സിയം 4 ദൗത്യത്തിലൂടെ മുൻ നാസ ബഹിരാകാശ യാത്രികയും ഹ്യൂമൻ സ്പേസ് മിഷൻ ഡയറക്ടറുമായ പെഗി വിറ്റ്സണിന്റെ നേതൃത്വത്തിലാണ് ശുഭാംശുവും സംഘവും യാത്ര തിരിക്കുക. പോളണ്ടിൽ നിന്നുള്ള സ്വാവോസ് ഉസ്നാൻസി വിസ്മെസ്കിവിയും ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കബുവുമാണ് ഇവരുടെ സഹയാത്രികർ. ശുഭാംശുവിനെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ISRO അയക്കുന്നത് നിരവധി പരീക്ഷണങ്ങൾക്കുള്ള സന്നാഹങ്ങളുമായാണ്. ഭക്ഷ്യവിത്തുകളുടെ വളർച്ചയും വിളവും, പാരാമാക്രോബയോട്ടസ് വിഭാഗത്തിലെ സൂക്ഷ്മ ജലജീവികളുടെ ബഹിരാകാശത്തെ അതിജീവനം, മൈക്രോ ആൽഗയെ സൂക്ഷ്മ ഗുരുത്വബലം എങ്ങനെ ബാധിക്കും, ഇങ്ങനെ നീളുന്നു പരീക്ഷണങ്ങൾ. നാസ, സ്പേസ് എക്സ്, ആക്സിയം സ്പേസ്, ISRO എന്നിവ തമ്മിലുള്ള സഹകരണത്തിലാണ് ഈ ദൗത്യം. ഇന്ത്യൻ വ്യോമസേനയിലെ ക്യാപ്റ്റൻ കൂടിയായ ശുഭാംശു ഉത്തർപ്രദേശിലെ ലക്നൗ സ്വദേശിയാണ്. അടുത്ത വർഷമാണ് ഗഗൻയാന്റെ വിക്ഷേപണം. സുനിത വില്യംസ് തിരിച്ചെത്തിയ മാതൃകയിലുള്ള ഡ്രാഗൺ സീരീസ് പേടകത്തിലായിരിക്കും ശുഭാംശുവിന്റെയും സംഘത്തിന്റെയും യാത്ര. ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്രയ്ക്കായി 2 ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെയാണ് ISRO തിരഞ്ഞെടുത്തത്. മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണനാണ് മറ്റൊരാൾ. നടി ലെനയുടെ ഭർത്താവാണ് ഇദ്ദേഹം. ബാക്കപ്പ് പൈലറ്റായി പ്രശാന്ത് ബാലകൃഷ്ണനും നാസ പരിശീലനം നൽകുന്നുണ്ട്. എന്തെങ്കിലും കാരണത്താൽ ശുഭാംശു ശുക്ലയ്ക്ക് അസൗകര്യം നേരിട്ടാൽ പ്രശാന്ത് ബാലകൃഷ്ണന് അവസരം ലഭിക്കും. ആകാശം സ്വപ്നം കണ്ട ബാല്യമാണ് ശുഭാംശുവിനെ പറക്കാൻ പ്രേരിപ്പിച്ചത്. ലക്നൌവിലെ സിറ്റി മോണ്ടിസോറി സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. കുഞ്ഞുനാൾ മുതൽ അക്കാഡമി മികവിലും സാങ്കേതിക വിദ്യയിലും തൽപരനായിരുന്ന ശുഭാംശുവിന്റെ ശ്രദ്ധ മെല്ലെ വ്യോമയാന രംഗത്തേക്ക് തിരിഞ്ഞു. പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ നിന്നും ബിരുദം നേടിയ ശുക്ല BTech കരസ്ഥമാക്കി. പിന്നീട് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്നും മാസ്റ്റേഴ്സ് ഓഫ് ടെക്നോളജി നേടി. 2006-ൽ വ്യോമസേനയിൽ ചേർന്നത് ശുക്ലയുടെ ജീവിതത്തിലെ വഴിത്തിരിവായി. പരിചയസമ്പന്നനായ ടെസ്റ്റ് പൈലറ്റ് ആയിരുന്ന അദ്ദേഹം വിവിധ വിമാനങ്ങളിലായി 2000 മണിക്കൂറോളം ആകാശയാത്ര നടത്തിയിട്ടുണ്ട്. 2024 മാർച്ചിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനായി. ബഹിരാകാശ യാത്രികർ നേരിടുന്ന വെല്ലുവിളികൾ നിരവധിയാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണം, അന്തരീക്ഷ ഘടന, താരതമ്യേന കുറഞ്ഞ അളവിലുള്ള വികിരണം എന്നിവയിൽ നിന്നും വ്യത്യസ്തമായ ബഹിരാകാശത്തെ ഘടന മനുഷ്യ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. മുടിയും നഖവുമെല്ലാം അതിവേഗം വളരും. ഗുരുത്വാകർഷണ വ്യത്യാസം മൂലം ത്വക്കിന്റെ ഘടന മാറും. മുഖത്തെ ചുളിവുകളിൽ മാറ്റം വരും. ബഹിരാകാശ നിലയത്തിൽ നിന്നും ഭൂമിയിലെത്തുമ്പോൾ സമാനതകളില്ലാത്ത ശാരീരിക അസ്വാസ്ഥ്യങ്ങളായിരിക്കും നേരിടേണ്ടി വരിക. ഭൂമിയുടെ ഗുരുത്വാകർഷണം മനുഷ്യ ശരീരത്തെ ശിക്ഷിക്കുന്ന സന്ദർഭം. ഈ കാലയളവിൽ ചെറിയ ഭാരമുള്ള സാധനങ്ങൾ പോലും ഉയർത്തുന്നത് കഠിനമായി തോന്നും. ഇത്തരം വെല്ലുവിളികളെയെല്ലാം അതിജീവിച്ച് നാടിന്റെ പുരോഗതിക്കായി ബഹിരാകാശ യാത്ര നടത്തുന്ന ശുഭാംശുവിന്റെ സേവനങ്ങളെ നമുക്ക് നന്ദിയോടെ സ്മരിക്കാം.